ചേട്ടാ, ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ സ്പോർട്സിന് ഇപ്പൊ വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടുന്നില്ല. ഇപ്പോഴും കിട്ടുന്നില്ല. നേരത്തെയും വേണ്ടത്ര പ്രാധാന്യം നമ്മുടെ ഇവിടെ കേരളത്തിൽ കിട്ടിയിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യൻ സ്കൂളുകളിൽ നമുക്ക് വേണമെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയാം. സ്കൂളുകളിലും കോളേജുകളിലൊക്കെ വളരെ തുച്ഛം കോളേജുകളിൽ മാത്രമേ ഈ സ്പോർട്സ് അവിടെ ഈ സ്പോർട്സ് പീരീഡ് നടക്കുന്ന സംഭവമുള്ളൂ. അത് ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷെ ഒരു സ്പോർട്സ് മീറ്റ് നടത്തുന്ന കോളേജുകളും വളരെ ചുരുക്കമാണ്. ഓക്കെ, അതിപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് നിയമമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്, പ്ലേ ഗ്രൗണ്ട് വേണം എന്നുള്ള രീതിയിൽ കൂടെയൊക്കെ. ഓക്കെ, ഗ്രൗണ്ട് വേണം, ഇല്ലെങ്കിൽ അപ്രൂവൽ കിട്ടത്തില്ല എന്നുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പോഴും ഒരു രണ്ടാമത്തെ സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ കൂടെ മാത്രമേ ഈ സ്പോർട്സ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നുള്ളൂ. ഓക്കെ, സ്കൂൾസ് ആൻഡ് കോളേജസിൽ. ഓക്കെ, സ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡോർ ഇത് മാത്രമല്ല പറയുന്നത്, ഔട്ട്ഡോറിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. വേണ്ടത്ര എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗെയിംസ് പീരീഡ് എന്നൊക്കെ പറയുമ്പോൾ, സ്പോർട്സ് പീരീഡ് എന്ന് പറയുന്ന സമയത്ത് അതൊന്നെങ്കിൽ കണക്ക് ടീച്ചർ എടുക്കും, അല്ലെങ്കിൽ വേറെ ടീച്ചർ വന്നെടുക്കും. ഓക്കെ, അവരുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവാതിരിക്കുമ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു പീരീഡ് എന്നുള്ള രീതിയിൽ കൂടെ മാത്രമേ അതിനുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അത് എല്ലാ സ്കൂളുകളിലും അത് കണക്കാണ്. അതേപോലെ തന്നെ നിലവാരമില്ലാത്ത സാറുമാരെ അല്ലെങ്കിൽ PT ടീച്ചേഴ്സിനൊക്കെ ആയിരിക്കും അവരെടുത്ത് വെച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സ്പോർട്സ് പഠിപ്പിക്കുക എന്നുള്ളതൊന്നുമല്ല, ഈവൻറ്റ്സ് നോക്കുക എന്നുള്ളതല്ല. അവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഡിസിപ്ലിൻ പഠിപ്പിക്കുക. കാരണം അവരുടെ കരിയറിന് ഒരു ഗ്രോത്ത് വരുന്നില്ല. ഈ പ്രൈവറ്റ് സ്കൂൾസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പിള്ളേർ ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് പഴയ സാറിനെ കാണുന്നില്ല, പിന്നെ പുതിയ ആളാണ്. കാരണം മറ്റേ ആൾക്ക് പിന്നെ എനിക്കൊന്ന് വെക്കേഷനൊക്കെ ആകുമ്പോഴത്തേക്കും പുള്ളിക്ക് പിന്നെ വേറെ ജോലി നോക്കേണ്ടി വരും. കാരണം അങ്ങനെയുള്ള കുറേ സ്കൂളുകളുണ്ട്, നടക്കുന്നുണ്ട്. അത് ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത്. ഓക്കെ, അവർക്ക് നോക്കി കഴിഞ്ഞാലും വേറുള്ള ടീച്ചേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് സാലറി കുറവാണ്. ഓക്കെ, ഈവൻ വേതനത്തിന് വരെ ഈ പറഞ്ഞ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ടെമ്പറായിട്ട് വേറെ ജോലി നോക്കേണ്ടത് ഒരു ഇത് വരുന്നുണ്ട്. അത് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അതണക്കുള്ള സ്പോർട്സിന് വേറെ അതണക്കിനെ മീറ്റ്സിന് പങ്കെടുപ്പിക്കുന്ന സ്കൂളുകളും വളരെയധികം കുറവാണ്. ഓരോ സ്പോർട്സ് മീറ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിലുണ്ട്. അവിടെയൊക്കെ ഇറക്കുന്ന കോളേജസുകൾ വളരെ കുറവാണ്. ഓക്കെ, കുട്ടികളെ ഇറക്കുന്ന അത് കുട്ടികൾ ഇല്ലാത്തത് കൊണ്ടല്ല, കുട്ടികൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ അവർ വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, കോളേജസ് ആണെങ്കിലും സ്കൂളുകളാണെന്നുണ്ടെങ്കിലും. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്കൂളുകളിലൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമൊക്കെ ആവുന്നതിന് മുമ്പേ ഈ സ്പോർട്സിൻ്റെ പരിപാടി നിർത്തും. ഓക്കെ, ഒരു മാസം മുമ്പേ തന്നെ നിർത്തും. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ള തീരാത്ത പോർഷൻസ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പീരീഡ് മാത്രമാണ് ഗെയിംസ് എന്ന് പറയുന്നത്. അപ്പം അത് മാറണം, അത് മാറിയെങ്കിൽ മാത്രം. കാരണം ഈ ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവത്തുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഈ നടക്കുന്ന അതിക്രമങ്ങൾക്കെല്ലാം ഒരു കാരണം എന്ന് പറയുന്നത് തരത്തില് ആ പിള്ളേർ എന്താ പറയാ, മെന്റലി അധികം സ്ട്രോങ് അല്ല. ഒരു ടീം ബിൽഡ് ചെയ്യാൻ അറിയില്ല. ഓക്കെ, ടീം ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഓക്കെ, ഒരു ടീമിൽ നിൽക്കാൻ അറിയില്ല. അതേപോലെ തന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല. ഓക്കെ, ഒരു കാര്യത്തിന് സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൂടി എടുക്കാൻ അറിയില്ല. പിന്നെ പകയാണ്. ഓക്കെ, അതല്ലാതെ നമുക്ക് ഇപ്പം ഓരോ സ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പം ഫുട്ബോളോ ക്രിക്കറ്റോ എന്തോ ആയിക്കോട്ടെ, പിന്നെ അതൊരു ടീം സ്പിരിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം അവിടെ നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ആ ഒരു സ്പോർട്സ്, ആ ഒരു ഇവന്റ് അവിടെ വെച്ചിട്ട് അത് തീർക്കണം എന്നുള്ള ആ ഒരു ഇതില്ല. ആ ഒരു ഗെയിമിനകത്ത് വെച്ച് തന്നെ തീർക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഫ്രണ്ട്ലി ഇതായിരിക്കണം. ആ ഒരു ചിന്താഗതി കുട്ടികളിൽ വരുന്നില്ല. അതിനുള്ള കാരണം അതിനുള്ള അവസരം ഒരുക്കുന്നില്ല. ഓക്കെ, പറഞ്ഞതുപോലെ പിന്നെ ഈ പറഞ്ഞ ടീച്ചേഴ്സിനും, ഈ PT ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല ആളുകളെ ഇറക്കുക. ഓക്കെ, ഈവൻ ഈ പറഞ്ഞതുപോലെ കുട്ടികളെ ഒരു ഇവന്റിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നില്ല മിക്ക സ്കൂളുകളിലും. അവിടെയുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ അവർ വെറുതെ പന്തെടുത്ത് കൊടുത്തങ്ങ് വിടുകയാണ്. ഓക്കെ, അപ്പോൾ അത് മാറേണ്ടിയിരിക്കുന്നു. എന്ന് മാറുന്നോ അന്ന് തൊട്ട് മാത്രമേ നമുക്ക് നല്ല ഒളിമ്പ്യന്മാരെ നമ്മുടെ രാജ്യത്തിന് കിട്ടത്തുള്ളൂ, സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, കായിക താരങ്ങളെ വാർത്തെടുക്കാൻ പറ്റാത്ത രാജ്യമൊന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്പോർട്സ്മെൻ ഉള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിന് ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ തലങ്ങളിൽ, അതിപ്പം ഹയർ എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും അല്ലാതാണെന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാം എന്താണ് കമ്പൽസറി ആക്കണം. ഓക്കെ, സ്കൂൾ സിലബസിൻ്റെ ഒരു പാർട്ട് തന്നെ ആക്കണം. അത് കറക്റ്റായിട്ട് നടത്തുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. വെറുതെ അതിപ്പോൾ പേരിനുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ആഴ്ച ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഉണ്ട്. പക്ഷെ അത് ആ പിള്ളേരെ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം.
മിക്കപ്പോഴും അത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് കമ്പൽസറി ആക്കണം. അരമണിക്കൂർ 30 മണിക്കൂർ അവർ കളിച്ചോട്ടെ. ഓക്കെ, ഒരു ഇഷ്ടമുള്ള കാര്യം കളിച്ചോട്ടെ, എന്നാലും കുഴപ്പമില്ല. അവർ പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അത് ഗ്രൗണ്ടിലോട്ടൊന്ന് ഇറക്കി വിട്ടാലും മതി. ഓക്കെ, അത് കണക്ക് തന്നെ ഈ എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്ന കാര്യത്തിനകത്ത് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ഈ സ്കൂൾ കോളേജുകൾ വാങ്ങിക്കുന്നത്. ഓക്കെ, അത് കുറച്ച് കഴിയുമ്പം അത് പോകും, അത് പെട്ടെന്ന് വേറെ ഔട്ടായി പോകും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്പോർട്സ് എന്ന് പറയുന്നത് അത് കമ്പൽസറി ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, കമ്പൽസറി ആക്കണം. സ്കൂളുകളിലാണെന്നുണ്ടെങ്കിൽ, കോളേജുകളിലാണെന്നുണ്ടെങ്കിൽ, എങ്കിൽ മാത്രമേ കുട്ടികളുടെ ഇടയിൽ ആരോഗ്യകരമായിട്ടുള്ള എന്താ പറയുക സംവാദങ്ങളും അതേപോലെ തന്നെ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആരോഗ്യകരമായിട്ടുള്ള. ഓക്കെ, അത്രയേ ഉള്ളൂ. താങ്ക് യു.